ഹലോ, ഞാൻ ലാലി ജോസഫ്. വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് വെൽ. അപ്പോൾ സമയത്തും കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വവ്വൽസ് ആണ്. AEIOU. എങ്ങനെയാണ് AEIOU സ്പാനിഷിൽ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഇംഗ്ലീഷുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. സ്പാനിഷിൽ നമ്മൾ AEIOU പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നോക്കാം. AEIOU. ഓക്കെ, എ നമ്മൾ ഇംഗ്ലീഷിൽ എ എന്നാ പറയണം അല്ലേ? എ. പക്ഷെ ആ എ സെയിം എ തന്നെ സ്പാനിഷിൽ നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യണത് ആ എന്നാണ്. ആ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ആപ്പിളിൻ്റെ സ്പെല്ലിങ് എങ്ങനെ? APPLE അല്ലേ ആപ്പിൾ. അപ്പോൾ നമ്മൾ എ ആണ് അത് തുടക്കം അല്ലേ? അപ്പം നമ്മൾ സ്പാനിഷിൽ എക്ക് എന്താ പറയണ? ആ എന്നാ പറഞ്ഞപ്പോൾ ആപ്പിൾ. കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന ആ പ്രൊനൗൺസിയേഷൻ ആണ് കറക്റ്റ്. അപ്പോൾ എ എന്നല്ല പറയണത് ആ. ആ നമ്മുടെ മലയാളത്തിലെ ആ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എഴുതിയിട്ടുണ്ട്. അമീഗോ. മീഗോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ് സ്പാനിഷിലെ അർത്ഥം. അപ്പോൾ ആ വേണ്ട എ അല്ലേ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ നമ്മൾ അതിനെ ഉച്ചരിക്കുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത് ആ. മീഗോ. പിന്നെ അതുപോലെ അഡിയോസ്, ഗുഡ് ബൈ. സ്പാനിഷിൽ അഡിയോ. അപ്പോൾ അത് ആ ഡിയോ ആണ്. എ നമ്മൾ എഴുതുന്നത്. പക്ഷെ നമ്മൾ ഉച്ചരിക്കുന്ന അഡിയോസ്. അപ്പം അവരുടെ എ എല്ലാം ആ. മനസ്സിലായല്ലോ? അവരുടെ എ, സ്പാനിഷുകാരുടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയണ എ, അവർ ആ എന്നാണ് സ്പെല്ലിങ് ചെയ്യുന്നത്. അവർ എന്താ സ്പെല്ലിങ്ങിൽ പറയുന്നത്, അവരുടെ സ്പെല്ലിങ് അല്ലേ? അപ്പോൾ എ ആ. അടുത്ത ഇ. ഇംഗ്ലീഷിൽ നമ്മൾ ഇ എന്ന് പറയും. അവർ പറയുന്നത് എ എന്നാ പറയുന്നത്. ഈക്ക് അവർ പറയുന്നത് എ. ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. കാരണം അവിടെ എ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷിലെ എക്ക് അവർ ആ എന്ന് പറയും, ഇംഗ്ലീഷിലെ ഈക്ക് അവർ എ എന്ന് പറയും. അപ്പോൾ നമുക്ക് എലഫന്റ് നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ എലഫന്റ് തരാം. അപ്പോൾ നമ്മൾ ഈ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ എലഫന്റ് എ എന്ന് പറഞ്ഞല്ല നമ്മളത് അത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? അപ്പോൾ അവരുടെ ഈ എന്നല്ല അവർ പറയണത് എ ആണ്. കണ്ട ഉദാഹരണം, ഇംഗ്ലീഷ് എലഫന്റ് എന്ന് പറയും. അവർ തന്നെ പറയണ എലഫാന്ത എന്നാണ് സ്പാനിഷുകാർ എലഫന്റിനെ അവരുടെ വേർഡ്, റൈറ്റ് വേർഡ് എലഫാന്ത ആണ്. എ എന്നല്ല അവർ പറയണത്. ഈ ആ നമ്മൾ എഴുതണമെങ്കിലും അവർ ഉച്ചരിക്കുന്നത് എ ആയിട്ടാണ്. അപ്പോൾ എ ലെ ഫ ന്ത. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാ ഉണ്ടാ. ഇ എ ആ. ഇനി ഇവിടുത്തെ അടുത്തത് ഐ ആണ്. ഇച്ചിരി എന്താ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഐ എന്നല്ല അവർ പറയുന്നത്, ഇ എന്ന് പറയും. ഈക്ക് അവർ എ എന്ന് പറയും, ഐക്ക് അവർ ഇ എന്ന് പറയും. എവിടെ നമ്മൾ ഐ കണ്ടാൽ സ്പാനിഷ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പം ഇ എന്ന് പറയും. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടാ, ഐ അല്ലേ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അവർ ഈ ഐക്ക് അവർ പറയണത് ഇ എന്നാ. അപ്പം ഈ ഇന്ത്യ കറക്റ്റ് അല്ലേ? സ്പാനിഷിൽ ഇന്ത്യ എന്ന് എഴുതുമ്പോഴും ഇന്ത്യ എന്ന് ഇത് തന്നെയാണ് സ്പെല്ലിങ്. പക്ഷെ അവർ പറയുന്ന അവരുടെ ഐ അവരെപ്പോഴും പ്രൊനൗൺസ് ചെയ്യണത് ഇ ആയിട്ടാണ്. അപ്പോൾ അത് ഈ ഇന്ത്യ. ഓ ഓ ഓ, അതായത് ഒരു സ്ലൈറ്റ് ആട്ടാ. ഓ ഓ അങ്ങനെയല്ല, ഓ ഓ. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു വേർഡ് എഴുതിയിട്ടുണ്ട്. ഒയ്യീർ. ഒയ്യീർ എന്ന് പറഞ്ഞാൽ ടു ഹിയർ എന്നാണ്. ഒൾവീദാർ. ഒൾവീദാർ എന്ന് പറഞ്ഞാൽ ടു ഫൊർഗെറ്റ് എന്നാണ്. ഒരു ബേസിക് വേർഡാണ്. അപ്പം ഞാൻ ഈ ഓ ആയിട്ട് മാച്ച് ചെയ്യുന്നൊരു വേർഡ് കണ്ടുപിടിച്ച് എഴുതിയതാണ്. ഒയ്യീർ ആൻഡ് ഒൾവീദാർ. ഇനി ലാസ്റ്റ് വവൽസിൽ ലാസ്റ്റ് യു. യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കും, സ്പാനിഷിൽ അതിന് ഊ എന്നാ പറയണം.
ഊ. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കുവാ കു എന്ന CU കു ഊ അവിടെ കുവാൽ tu ഊ ഉണ്ട TU യു ഉണ്ട് അവിടെ. തു ന്യൂ എന്ന് കഴിഞ്ഞ് ന്യൂമേറോ എന്ന് പറഞ്ഞാൽ നമ്പർ. ദ ടെലഫോണോ എന്ന് പറഞ്ഞാൽ ക്വാൽ. വാട്ട് ഈസ് യുവർ ടെലഫോൺ നമ്പർ? അതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ അതിനകത്തൊക്കെ കുറേ യു ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനൊരു സെൻറ്റൻസ് എഴുതിയത്. ക്വാൽ tu ഉണ്ട് അവിടെ ഒരു യു ഉണ്ട്. ന്യൂമേറോ 3 യു ഉണ്ട്. ന്യൂ ന്യൂമേറോ ദ ടെലഫോണോ. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അവരുടെ വോവൽസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയണത് പോലെ അല്ല, അതിനെല്ലാം മാറ്റം വരുത്തിയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ്? എ ആ ഇ എ ഐ ഇ ഓ ഓ യു ഉ. പഠിച്ചല്ലോ സ്പാനിഷുകാരുടെ വോവൽസ് എങ്ങനെയാണ് അവർ ഉച്ചാരണം മനസ്സിലായല്ലോ. പിന്നെ അവരുടെ ലെറ്റേഴ്സ് ഇംഗ്ലീഷിന് ABCDEF അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഒരുപാട് എക്സ്ട്രാ അവർക്കുണ്ട്. ഇങ്ങനെ ഡബിൾ R ഉണ്ട്, അതുപോലെ ഈ ടിൽഡായിട്ട് എഴുതല്ലേ, ഇങ്ങനെ മഞ്ഞാനൊക്കെ പറയുന്നത് എന്നുണ്ട്, പിന്നെ അടുത്ത എന്ന് കഴിഞ്ഞിട്ടൊരു ടിൽഡായിട്ട്. അങ്ങനെ അവരുടെ ആൽഫബറ്റ് എക്സാക്ട്ലി ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ആണെങ്കിൽ തന്നെ കുറച്ചൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രൊനൗൺസിയേഷനും കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് വായിക്കാനായിട്ടൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇവിടെ വായിച്ചു പോവാം. ഇപ്പം ഞാൻ പറഞ്ഞ ABCD പറയുകയാണെങ്കിൽ ഞാൻ മുഴുവൻ ആൽഫബറ്റ് പറയുന്നില്ല. ABCD ആണെങ്കിൽ A ഞാൻ പറഞ്ഞ പോലെ ആയാണ്. B നമ്മൾ ഇംഗ്ലീഷിൽ B എന്ന് പറയുന്നത് ബേ എന്ന് പറയും. ബേ ലൈക്ക് ബേബിക്ക് എങ്ങനെയാണ് അവർ പറയണത്? ബെബേ. ആ B അവർ ഇടുന്നത്, പക്ഷെ അവർ ബേ എന്ന് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. ബെബേ. സിക്ക് അവർ സേ എന്ന് പറയും. ഡിക്ക് അവർ ദേ എന്ന് പറയും. അങ്ങനെ കുറച്ച് ഒരു അത് പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ മെയിനായിട്ടും നിങ്ങൾക്കിപ്പോൾ ഫോക്കസ് ചെയ്തത് അവരുടെ വോവൽസ് ആണ്. AEIOU അത് ഇംഗ്ലീഷുമായിട്ട് എങ്ങനെയാണ് ഉള്ള വ്യത്യാസം എന്താണ്, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെയിം ലെറ്റേഴ്സ്, ഇംഗ്ലീഷിലെ സെയിം ലെറ്റേഴ്സ് സ്പാനിഷിൽ എഴുതുമ്പോൾ അതിൻ്റെ ഉച്ചാരണത്തിൽ വന്ന മാറ്റം ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഈ കുറച്ച് സമയം എടുത്തത് പഠിച്ചു നിൽക്കാൻ, തലയിലേക്ക് നിൽക്കുക. കാരണം വളരെ സിമ്പിൾ ആണെങ്കിലും ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ എനിക്ക് തോന്നി. കാരണം A A E A I E O O U U മലയാളത്തിൽ U എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് പറയണേ? ജാ മേ ബോയ്, ഐ ആം ലീവിങ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ അഡിയോസ്, ഹasta luego, ബൈ.